ഭാഗവത ഗംഗാ ഭാഗവത ഗംഗാ. ശ്രോതാക്കൾക്ക് കേൾക്കാനായിട്ടൊരു ചെറിയ അഭ്യർത്ഥന. ഈ പരിപാടി ഭാഗവത പ്രചാരം നടത്തണം എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ശ്രോതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. സഹകരിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ ഞാനവിടെ ചെയ്യുന്നുള്ളൂ. അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇവിടെ പറയും. വേണ്ടതുപോലെ ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. कृष्ण भजो मुरली गोपाल भजो. कृष्ण भजो मुरली गोपाल भजो. कृष्ण भजो मुरली गोपाल भजो. श्याम गोपाल भजो मुरली गोपाल भजो. श्याम गोपाल भजो मुरली गोपाल भजो. कृष्ण भजो मुरली गोपाल भजो. श्याम गोपाल भजो मुरली गोपाल भजो. कृष्ण भजो मुरली गोपाल भजो. श्याम गोपाल भजो मुरली गोपाल भजो. गिरिधारी श्याम भजो. मधुवन संचारी श्याम गोपाल भजो. कृष्ण भजो मुरली गोपाल भजो. सर्वत्र गोविंद नाम संकीर्तനം. गोविंद गोविंद. ഭഗവാൻ ബ്രഹ്മാവിന് സംശയങ്ങളെ മുഴുവൻ തീർക്കാൻ വേണ്ടി കൊടുത്ത ഉപദേശം. സർവവേദാന്ത സാരം, സർവപുരാണ സാരം ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തിൻ്റെ സ്വരൂപം പറഞ്ഞു. അവനോട് കിട്ടിയ ഭാഗവതത്തിൻ്റെ സ്വരൂപം അവനവൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന സ്വരൂപം, അത്രേ ഉള്ളൂ. വേറെ സ്വരൂപം ആണ്. എൻ്റെ ഭാഗവതം എന്താണ്? അപ്പോൾ ഭാഗവതം പല രൂപത്തിലാണ് പലരിലും നിൽക്കുന്നത് വ്യക്തമാണ്. അപ്പോൾ ഭഗവാന് കിട്ടിയ ഭാഗവതം, ഇല്ലെങ്കിൽ ഭഗവാനാകുന്ന ഭാഗവത സ്വരൂപിയാകുന്ന ഭഗവാൻ, അത് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തപ്പോൾ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ തെളിഞ്ഞൊരു രൂപം, ഭാഗവതത്തിൻ്റെ ഒരു ഫോട്ടോ അവിടെ നിന്ന് പതിഞ്ഞു. ഒരു ക്യാമറയിൽ ഒരാംഗിളിൽ പറഞ്ഞു എടുത്താൽ ഒരു തരം ഫോട്ടോ, വേറൊരു ആംഗിളിൽ എടുത്താൽ വേറൊരു തരം ഫോട്ടോ. ഇത് രണ്ടും ഒരാളാണെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയവും. ആ ഡ്രസ് കൊണ്ടൊക്കെ നമ്മൾ അത് ഇയാൾ തന്നെയാണോ നമ്മൾ സങ്കല്പിക്കുക. ചിലപ്പോൾ മുഖത്തിൻ്റെ ഒരു പുറത്ത് നിർത്താനും വേറെ പുറത്ത് നിർത്താനും വേറെ രണ്ടാളാവും. ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയൊക്കെ ആവാം. അപ്പം അതാണ് ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പതിഞ്ഞ ഭാഗവതത്തിൻ്റെ ഒരു ഫോട്ടോ. അതാണ് ചതുശ്ലോകി ഭാഗവതം. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴും ഞാൻ മാത്രമേ ഉള്ളൂ, ഈ ഇത് കഴിഞ്ഞാലും അവസാനവും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ആദ്യത്തെ ശ്ലോകം. ഈ ഒരു പരമസത്യം നമ്മളെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാതിരിക്കാനുള്ള കാരണങ്ങളാകുന്ന മായാഭഗവതിയുടെ സ്വരൂപം, അത് രണ്ടാമത്തെ ശ്ലോകം. അത് വിസ്തരിച്ച് പറഞ്ഞത് മായയുടെ സ്വരൂപം. കാരണം ആദ്യത്തെ ശ്ലോകം ആണ് പരമമായ സത്യം. അത് നമുക്ക് മനസ്സിലാവാതിരിക്കാനുള്ള കാരണം എന്നതാണെന്ന് കൂടി പറയുകയാണേ. കഴിഞ്ഞില്ലേ? അപ്പം ആ കാരണം എന്നതാന്ന് മനസ്സിലാക്കി ഈ കുഴപ്പമുണ്ടാവാനുള്ള കാരണം അങ്ങനെയാണ്. ഒരു ഡോക്ടറെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താ അസുഖം, പലതും പറയും. അതങ്ങനെ പറഞ്ഞേന്ന് അത് ശരി, ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന പ്രശ്നം ഉണ്ടെങ്കിൽ രോഗി ഓരോന്നും അയാൾക്ക് തോന്നണതാ പറയാം. ഇതൊന്നും ഒക്കെ കൂടി പഠിച്ചിട്ട് ഇതിൻ്റെ കാരണം കേമന്മാരായിട്ടുള്ള വൈദ്യന്മാർ ചിലയിടത്താണ് എടുത്തു കൊടുത്തറേ. അങ്ങനെ എടുത്ത് തൊട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വേദനയൊക്കെ മാറിയില്ലേ, ഇപ്പോൾ സുഖമായില്ലേ,
അതന്നെ ശരി തന്നെ. ഇപ്പം എൻ്റെ എല്ലാം പോയി. അപ്പോൾ കാരണം മനസ്സിലായില്ല. അതിൻ്റെ ആ മൂല കാരണത്തിലേക്ക്, ആണി വേരിലേക്ക് ആ വൈദ്യൻ എത്തി എന്നുള്ളതാണ് ചിന്താഗതി. ആ ആണി വേര് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യത്തെയാണ് യഥാർത്ഥത്തിലുള്ള പരമമായ സത്യം. ആദ്യത്തെ ശ്ലോക ചതുശ്ലോകി ഭാഗവതി. പിന്നെ അത് അങ്ങനെ തോന്നാതിരിക്കാനുള്ള കാരണം മനസ്സിലാക്കണമല്ലോ. ആ കാരണം കണ്ടെത്തുക. ഇവിടെ ഡോക്ടർ ഈ കാരണം, വൈദ്യൻ ഈ കാരണം കണ്ടെത്തി. ഇയാൾക്കുണ്ടാവുന്ന വേദനകളുടെയൊക്കെ മൂലകാരണം കണ്ടെത്തിയ പോലെ ഈ നമുക്ക് പരമമായ സത്യം മനസ്സിലാകാതിരിക്കാനുള്ള കാരണം എന്താന്നുള്ളതാണ് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ എങ്ങനെ വിലയിരുത്തുന്നോ, അല്ലെങ്കിൽ ഒരു വക്കീല് അനവധി കെട്ടുകളാണ് കൊടുന്നു കൊടുക്കും, മേശപ്പുറത്തിട്ട് കൊടുക്കും. വക്കീലിൻ്റെ ആവശ്യം പറയും വാദി. പിന്നെ വക്കീൽ ഇരുന്ന് പഠിച്ചിട്ട് അതിനൊക്കെ എടുത്തിട്ട് നോക്കി കണ്ടെത്തണില്ലേ ഒരു കാര്യം. അയാൾക്ക് ചിലപ്പോൾ അതിന് ഒരൊറ്റ പേപ്പറേ വേണ്ടിയിട്ടുള്ളൂ, പക്ഷെ ഒക്കെ പഠിക്കണം എന്ന് പറഞ്ഞ പോലെയുള്ളൊരു ഡ്യൂട്ടിക്ക് സഹായകമാക്കിയിട്ടുള്ളതാണ് രണ്ടാമത്തത്. ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ തത്വം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. അങ്ങോട്ട് പോയാൽ വീഴുട്ടോ, അതിനെ പോണ്ട, അത് തെറ്റായിട്ടുള്ള വഴിയാണ്. ഇങ്ങോട്ട് പോയാലും നിനക്ക് അവിടെ അന്ധകാരാവും, അവിടേക്കും പോണ്ട. ഇങ്ങോട്ട് പോയാൽ ഈ പെട്ടെന്ന് തന്നെ വെക്കുമ്പോഴേക്കും അവിടെ വീഴും, പിന്നെ നമുക്ക് കയറി പോരാൻ തന്നെ പറ്റില്ല. ഇങ്ങോട്ട് പോയാൽ ഇങ്ങനെ പല വഴികളുടെയും കുഴപ്പങ്ങൾ പറഞ്ഞു തരികയാണ്. ഇപ്പം രണ്ടാമത്തെ ശ്ലോകം ഉണ്ടായി. അതാണ് മായയുടെ ഭാഗം. നീ പോണ്ടത് ഇതൊക്കെ ഇങ്ങനെ വഴിക്കൂടെ പോവുകയാണെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെയാണ്, അതൊക്കെ നീക്കണം. എന്നിട്ട് അതിനെ പോയി ഏത് വഴി പോയാലും എന്നിലേക്ക് എത്തുകയും ചെയ്യും. ഞാൻ ചുറ്റപ്പെട്ടിട്ടുള്ള സമുദ്രം. അപ്പോൾ ഇതിന്ന് നീ എങ്ങോട്ട് പോയാലും എന്നിലേക്ക് എത്തും. പക്ഷെ പോകുമ്പോൾ ഇന്ന പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തരണം ചെയ്യാൻ നീ എന്നെ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ കയ്യിൽ പിടിച്ചോ എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ്. എന്ന് പറയുന്നത് പോലെയാണ് രണ്ടാമത്തെ ആ മായയുടെ സ്വരൂപം. പോകുന്ന വഴികളുടെ കുഴപ്പങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കി തരികയാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ ബ്രഹ്മാവിന് അത് മതിയ. ആ ശ്ലോകം പറഞ്ഞപ്പോൾ മനസ്സിലായി, ഇനി എന്ത് കണ്ടാലും ബ്രഹ്മാവ് പരിഭ്രമിക്കില്ല. ബ്രഹ്മാവിന് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പം ബ്രഹ്മാവ് എപ്പോഴും ഒരു കാര്യം സൂക്ഷ്മമായിട്ട് നോക്കും. ആ പറയണത് എന്താ, അതായത് വെറുതെ പറയണ അയാളുടെ ഹൃദയത്തിൽ നിന്ന് എന്താ വരണ ഭാവം, അത് മനസ്സിലാക്കിയതാണോ പറയണത്, അത് മനസ്സിലാക്കിയിട്ടാണോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ ആ ചോദ്യം, അതോ നമുക്കറിയോ, എനിക്കറിയോ നോക്കാൻ വേണ്ടിയിട്ടാണോ ആ ചോദ്യം, അല്ലെങ്കിൽ ആ പ്രവൃത്തി എന്താ. ഓരോ പ്രവൃത്തിയും അതിൻ്റെ ബാഹ്യമായിട്ട് മാത്രം വിലയിരുത്താതെ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മനസ്സും ആ മനസ്സിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഹൃദയവും അതിനെ എങ്ങനെ പ്രചോദിപ്പിക്കണോ അതിനനുസരിച്ചാണോ ആ വാക്കുകളും പ്രവൃത്തിയും എന്ന് വൃത്തിയായിട്ട് വളരെ സുസൂക്ഷ്മം നിരീക്ഷിക്കാനുള്ള കഴിവ് ബ്രഹ്മാവിന് നേടിക്കൊടുത്തു. രണ്ടാമത്തെ ശ്ലോകമാണ്. ഇനിയിപ്പോൾ ഇതാ മൂന്നാമത്തെ ശ്ലോകം. അതാണ് ഇന്നത്തെ. യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷ്വനുപ്രവിഷ്ടാനി അപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. യഥാ മഹാന്തി ഭൂതാനി യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷ്വനുപ്രവിഷ്ടാന്യപ്രവിഷ്ടാനി ഭൂതേഷു ഉച്ചാവചേഷ്വനുപ്രവിഷ്ടാനി അപ്രവിഷ്ടാനി അനുപ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു ന തേഷ്വഹം. യഥാ മഹാന്തി ഭൂതാനി, മഹാന്തി ഭൂതം, മഹത്തത്വം തുടങ്ങിയിട്ടുള്ള ഭൂതങ്ങളൊക്കെ, മഹത്തത്വം, അഹങ്കാരതത്വം, പിന്നെ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ, ഇന്ദ്രിയങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ശബ്ദം, പഞ്ചതന്മാത്രകൾ, ഇങ്ങനെ തുടങ്ങി ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ തത്വങ്ങൾ എന്ന് പറയുന്ന ഭൂതങ്ങൾ. ഇതാണ് ഈ സാധനങ്ങളൊക്കെ. പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണം കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായതെന്ന്. പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകരണം കൊണ്ട് പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെയെന്ന് വിസ്തരിച്ച് പറയുന്ന ഭാഗവതം, ദേവി ഭാഗവതത്തിൽ അത് കൃത്യമായിട്ട് പറയും. എങ്ങനെ പഞ്ചീകരണം? ലോകത്തിൽ 4 വസ്തുക്കൾ, 5 വസ്തുക്കൾ: പൃഥിവ്യാപ്തേജോ വായു ആകാശ. വായുവിൽ ആകാശ. ഈ 5 എണ്ണം.
ഈ അഞ്ചങ്ങളെ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്ന ഈ അഞ്ചെണ്ണത്തിനെ പഞ്ചീകരണം എന്ന പ്രക്രിയയെ കൂടെ കടത്തിവിടുക എന്ന് പറഞ്ഞാൽ എങ്ങനെ വെച്ചാൽ അറിയുന്നവർക്ക് സാരമില്ല, അറിയാത്തവർക്ക് വേണ്ടി പറയുക. പഞ്ചീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അഞ്ചെണ്ണത്തിനെയും ഇങ്ങോട്ട് മുറിച്ചു. ഈ ലോകത്തിൽ എത്ര വെള്ളം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ആ വെള്ളത്തിനെ പകുതി മുറിച്ചു. എന്നിട്ട് ഒരു കഷ്ണം ഇത് വെള്ളം, ഇത്ര വെള്ളം, ഇത് ഇത്ര വെള്ളം, നേരെ പകുതിയല്ലേ അതെ. അതുപോലെ ഭൂമിയും പകുതി മുറിച്ചു. തേജസ്സിനെയും പകുതി മുറിച്ചു. ഇത്ര തേജസ് ഇവിടെ, ഇത്ര തേജസ്. വായു, ഇത്ര വായു ഇവിടെ, ഇത്ര വായു ഉണ്ട്. അങ്ങനെ ഇത്ര ആകാശം ഇയാളുടെ, ഇത് ഇത്ര ആകാശം, പകുതി ആകാശം ഇവിടെ, പകുതി ആകാശം. അപ്പം അങ്ങനെ ഈ ആദ്യത്തെ പകുതി ഉണ്ടല്ലോ, ആദ്യത്തെ പകുതിയെ 4 കഷ്ണമാക്കിയിട്ട് അവിടെ വെച്ചു. 4 ആളായിട്ട് അവിടെ പറഞ്ഞു. എന്നിട്ട് ഈ രണ്ടാമത്തെ ഈ 4 കഷ്ണങ്ങളുണ്ടല്ലോ, അതിൽ ഓരോന്നിനെയും ആദ്യം 4 മുറിച്ചു. അപ്പം ഇവിടെ ഉള്ള ഈ 50% വെള്ളത്തെ ആദ്യം ആ 50%നെ 4 മുറിച്ചപ്പോൾ 4 കഷ്ണമായി. എന്നിട്ട് ആ ഓരോ കഷ്ണങ്ങൾ കൊടുത്തിട്ട് ഇവിടെ വെള്ളമില്ലേ, തൻ്റെ ഈ 50% കൂടെ ഈ വെള്ളം കൂടി താൻ പിടിച്ചോളൂ എന്ന് പറഞ്ഞ അയാൾക്ക് കൊടുത്തു. പിന്നെ മറ്റേ വെള്ളത്തിലല്ല, മറ്റുള്ളവർക്ക് 5 ആളാണല്ലോ ഉള്ളത്, വെള്ളത്തിന് കൊടുത്തില്ല. വെള്ളത്തിന് വെള്ളം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ബാക്കിയുള്ള 4 ആളുണ്ട് പഞ്ചഭൂതങ്ങളിൽ. ബാക്കി 4 ആൾ അവിടെ ഇരിക്കേണ്ടത്. 5 കഷ്ണമാണ്, 5 സാധനങ്ങളാണ്. പൃഥിവ്യ തേജോ വായു ആകാശം. 5 സാധനത്തിനെയും പകുതി മുറിച്ച 5 ആൾ അവിടെ നിറഞ്ഞിരിക്കണം. അതിൽ വെള്ളത്തിന് കൊടുക്കേണ്ട കാര്യമില്ല വെള്ളം. ബാക്കി 4 ആൾക്കും വെള്ളം കൊടുത്തു. ഈ 4 കഷ്ണത്തിന് ഈ ഓരോരുത്തരും അവരെ ഈ മുറിച്ച 4 കഷ്ണത്തിന് ഈ ബാക്കി 4 ആൾക്കും കൊടുക്കുക. ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുമ്പോൾ നോക്കൂ. അപ്പോൾ വെള്ളത്തിൻ്റെ 50% കിട്ടി അവനവൻ്റെ. പിന്നെ ബാക്കി അഗ്നിയുടെയും അതിൽ ചേർന്നു. വായുവുണ്ട്, വെള്ളത്തിൽ വായുവുണ്ട്, വെള്ളത്തിൽ ചൂടുണ്ട്, വെള്ളത്തിൽ ഊഷ്മാവുണ്ട്. അപ്പോൾ അതിന് ആ അഗ്നിയുടെ അംശം അതിലുണ്ട്. വെള്ളത്തിൽ ആകാശത്തിൻ്റെ അംശമുണ്ട്. അതിലും ഈ 4 കഷ്ണത്തിലൊന്നുണ്ട് അവിടെ. അങ്ങനെ എല്ലാവരും അവരുടേതായ എല്ലാവർക്കും വിതരണം ചെയ്യപ്പെടുമ്പോൾ എല്ലാവർക്കും അവരുടേതായ പൂർണ്ണമായി 100% കിട്ടും ചെയ്യും. അതാണ് പഞ്ചീകരണം. പിന്നെ അതും വെച്ചിട്ടാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ ഈ പകുതിയെ മുഴുവൻ മുറിച്ച് കഷ്ണമാക്കിയിട്ട് ബാക്കി 4 ആൾക്ക് ഷെയർ ചെയ്യാം. അഗ്നിക്ക് കൊടുക്കേണ്ട ബാക്കിയുള്ള 4 ആൾക്ക് കൊടുക്കാം. പൃഥ്വിയുടെ കഷ്ണം പൃഥ്വിക്ക് കൊടുക്കേണ്ട ബാക്കിയുള്ള 4 ആൾക്ക് കൊടുക്കാം. ഇങ്ങനെ 4 ആൾക്കും കൊടുത്ത് വീതിക്കുന്നതിനെയാണ് പഞ്ചീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും ബാക്കിയുള്ളതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകാശം എന്ന് പറഞ്ഞാൽ വെറും ആകാശമായിട്ടല്ല നിൽക്കുന്നത്. ഈ ആകാശത്തിൽ ജലത്തിൻ്റെ ഒരു നിശ്ചിത അംശമുണ്ട്, ബാക്കിയുള്ളതിൻ്റെയൊക്കെ 4ൻ്റെ അംശമുണ്ട്. ഇതാണ് പഞ്ചീകരണം. അങ്ങനെയുള്ള പഞ്ചീകൃതമായ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ലോകത്തുണ്ടാക്കണമെന്ന് ആലോചിച്ചു. നമ്മുടെ ഈ ശരീരത്തിൽ 80% വെള്ളാത്ര, 80% വെള്ളം. പിന്നെ 59 ഇന്ദ്രിയങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നാലിപ്പോൾ 2 കൊല്ലം മുമ്പാണ് 59ാമത്തെ ഇന്ദ്രിയത്തിൻ്റെ ഗണത്തിൽ പെടുത്താമെന്ന് വെച്ചിട്ടുണ്ട്. അത്ര ഒരു സാധനം എവിടുന്നൊന്നും കണ്ടിത്ര ഉള്ളിൽ ഇനി കഴിഞ്ഞിട്ടില്ല എന്നാണ്. അനവധി എണ്ണം ഇതിനുള്ളിൽ പരീക്ഷിക്കാണ്ട്. ഡോക്ടർമാർ പണിയെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടേ പണിയെടുക്കുള്ളൂ. കാരണം അവിടെയും ഇവിടെയും ഓരോ മുഴയും അതും തോക്കണ്ടത്രേ. അതൊക്കെ എന്താ സാധനം, എന്താ അതിൻ്റെ ഫംഗ്ഷനൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ്. അങ്ങനെ അത്യത്ഭുതമായിട്ടുള്ളൊരു സാധനം മനുഷ്യ ശരീരം തന്നെ. ഇങ്ങനെ എത്ര കോടാനുകൂടി. അപ്പം ഇങ്ങനെ അത്യത്ഭുതമായിട്ടുള്ള ഓരോ സാധനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ പഞ്ചഭൂതങ്ങൾ, പഞ്ചീകൃതമായ പഞ്ചഭൂതങ്ങളെ കൊണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങൾ ഇതിനൊക്കെ പലതരം വ്യത്യാസമുണ്ട്. അതാണ് പിന്നെ പറയണത് ഭൂതേഷു ഉച്ചാവചേഷു, ഉച്ചേഷു അവചേഷു ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ കുളത്തിൽ കണ്ണിൽ പിടിക്കാൻ പറ്റാത്ത ചെറിയൊരു മത്സ്യം ഉണ്ടാവും. അവിടെ ഒരു മത്സ്യമുണ്ട്, ചെറിയ മത്സ്യം കേട്ടോ. ഇതിനൊക്കെ നമ്മൾ വേറെ പല പേരും പറയും. അതും മത്സ്യത്തിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ്. എന്നാൽ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ജീവി എന്ന് പറഞ്ഞാൽ അത് നീലത്തിമിംഗലാണ്. അതും എന്താ മത്സ്യമാണ്, അതും വെള്ളത്തിലാണ് അതിൻ്റെ ജീവിതം. രണ്ടും ഒരേ തരത്തിലുള്ള ജീവിയാണ്. അതും ഒരു ജീവിയാണ്, ഇതും ഒരു ജീവിയാണ്. അതിൻ്റെ വലുപ്പവും ഇതിൻ്റെ വലുപ്പം തമ്മിൽ നോക്കിയാലോ, ഇതൊരു ലക്ഷക്കണക്കിന് എണ്ണത്തിനെ കൂട്ടി വെക്കേണ്ട സ്ഥലത്താണ് അതിനെ ഒരെണ്ണത്തിന് കയറ്റി വെക്കണം. കോടാനുകോടി ഇത് വെക്കണ സ്ഥലത്തെ അതിന് ഒരാൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഇതാണ് സ്ഥൂലം സൂക്ഷ്മം എന്ന് പറയുന്ന സാധനം. ഈ ഒരു ചെറിയൊരു മത്സ്യത്തിനെടുത്താലും ഇതൊരു ഒരു യൂണിറ്റാണത്. ഈ ഒരു യൂണിറ്റിൽ നോക്കിയപ്പോൾ അതിന് കണ്ണുണ്ടാവും, കാതുണ്ടാവും, എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അതിനൊക്കെ ജീവനുണ്ട്, അതിൻ്റെ ഭക്ഷണമുണ്ട്,
അതിന് വിസർജ്യമുണ്ട്, അതിനുള്ള കാമവികാരങ്ങളുണ്ട്, അതിന് സുഹൃത്തുക്കളുണ്ടാവും, അതിന് ഭാര്യ ഉണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, അതിൻ്റെ ജീവിതം ഉണ്ടാവും, അതിന് അച്ഛനമ്മമാരുണ്ടാവും, അതിന് ശത്രുക്കളുണ്ടാവും, അതിന് മിത്രങ്ങളുണ്ടാവും. ആ ഒരു യൂണിറ്റിനെ എടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനവധി വിഷയങ്ങൾ അതിലുണ്ടാവും. അതാ സൂക്ഷ്മത്തിനെയും ഒരേപോലെ നമുക്ക് വലിയൊരു വട്ടം വരച്ച് വലിയൊരു കുടുംബമാക്കി വലിയൊരു സമൂഹമാക്കി വയ്ക്കാം. നമുക്കറിയില്ല അതായത് ഒരു മത്സ്യത്തെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് അതിൻ്റെ ചരിത്രം മുഴുവൻ എഴുതി വെക്കണമെങ്കിൽ എഴുതി വയ്ക്കാം. അപ്പോൾ അതൊരു യൂണിറ്റിന് അങ്ങനെ വയ്ക്കാം. അതേപോലെ തന്നെ ഈ നീലത്തിമിംഗലത്തിനുമായാലും അതും അതിൻ്റെ അമ്മ ഉണ്ടാവും, അതിൻ്റെ അച്ഛൻ ഉണ്ടാവും, അതിൻ്റെ കുടുംബങ്ങളുണ്ടാവും, അതിൻ്റെ ലോകം ഉണ്ടാവും, അത് എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നുണ്ടാവുക, എത്ര കാലം കൊണ്ട് വളർന്നു, ഇങ്ങനെ അതിൻ്റെ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ടാക്കണമെങ്കിൽ അതും ഒരു യൂണിറ്റാണ്. പക്ഷെ ആ ഒരു യൂണിറ്റും ഈ ഒരു യൂണിറ്റും തമ്മിലുള്ള വലുപ്പത്തിൻ്റെ വ്യത്യാസം നോക്കൂ നമ്മുടെ ഈ പ്രപഞ്ച ദൃഷ്ടിയിൽ. അതിനെയാണ് സൂക്ഷ്മം സ്ഥൂലം എന്ന് പറയുന്നത്. അതാണ് ഉച്ചേഷു അവചേഷു എന്ന് രണ്ടായിട്ട് പറയുന്നത്. അപ്പോൾ വലുതിൻ്റേതായ കാറ്റഗറിയിൽ ഒരു ഓഫീസിലാണെങ്കിലും സെക്രട്ടറി എത്ര പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ്. ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്യണത് എന്താ, ഈ ഒരു കസാലയിൽ ഇരിക്കണം, ഒരു മേശപ്പുറം ഉണ്ടാവും, മുമ്പിൽ കുറേ ഫയലുകൾ ഉണ്ടാവും, ഒപ്പിടുന്നു, അത്രയേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ വിളിച്ചാകുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരുന്നാൽ അങ്ങനെ ഒപ്പിടുന്നു, അത്രയേ ഉള്ളൂ. ഓരോ ഫയലും നോക്കണം, ഒപ്പിടണം, അവിടെ മാറ്റി വെക്കണം. ചിലർ കണ്ടു എന്തെങ്കിലും വർത്താനം ലേശം പറയുമ്പോൾ അവർ പറഞ്ഞേക്കണം, ആദ്യം നോക്കണം, ഒപ്പിടണം. അയാൾക്ക് എന്തായി 2-3 ലക്ഷം 10 ലക്ഷം ഉറുപ്പിക ശമ്പളമാണ് അയാൾക്ക് കിട്ടുന്നത് ഒരു മാസം കഴിഞ്ഞാൽ. വേറൊരാളോ ഇവിടുന്ന് ഒരു ഫയൽ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കും, അവിടുന്ന് ഒരു ചായ എടുത്ത് ഇവിടേക്ക് കൊണ്ടു കൊടുക്കും, അവിടുന്ന് ഒരു പാൻ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കും. ഇതിങ്ങനെ ചെയ്യാൻ ഒരു പ്യൂണുണ്ടാവും. അയാൾ രാവിലെ മുതൽ പാവം അങ്ങോട്ട് ഓടി നടക്കുക. അയാൾ എത്ര ബുദ്ധിമുട്ടണം. അയാൾക്ക് ഇരിക്കാനായില്ല, ഒരാൾ കഴിഞ്ഞാൽ അപ്പുറത്ത് ബെല്ലടിച്ചു, അയാൾ അങ്ങോട്ട് ഓടണം. ഇങ്ങനെയുള്ള അയാളിങ്ങനെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അയാൾ എത്ര കിലോമീറ്ററാണ് നടന്നിട്ടുണ്ടാകുമെന്ന് ശരി. ഇയാളാണെങ്കിൽ ഈ സീറ്റിൽ ഇങ്ങനെ ഇരുന്നിട്ടേ ഉള്ളൂ. ഇയാൾ ലക്ഷക്കണക്കിനും, അയാൾ വേറെ ചോടും. പക്ഷെ ഇതിൻ്റെ മൂല്യം വ്യത്യാസമാണ്. അപ്പം മൂല്യപ്രകാരം ഇതിന് ഉച്ചത്വം അവചത്വം ഉണ്ട്. ഉച്ചേഷു അവചേഷു എന്ന് പറഞ്ഞത് അങ്ങനെ വെറും ഭൗതികമായിട്ട് മാത്രമല്ല, അതിൻ്റെ ആന്തരികമായ ശക്തിക്കനുസരിച്ചും ഈ നമ്മുടെ സാധാരണക്കാരൻ്റെ ഒരു ഒപ്പിന് അത്രേ വിലയുള്ളൂ. അതിൽ കീറിയിട്ട് എവിടെ വെച്ചാലും ആർക്കൊന്നുമില്ല. അതേസമയം ചീഫ് സെക്രട്ടറിയുടെ ഉറപ്പ് ഇത്ര വെറുതെ ഉള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു വാല്യൂ എത്ര വലുതാണ്. ഇല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ ഇല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെ ഒരു ഒപ്പിന് എത്ര ഒരു മൂല്യമുണ്ട്. സംഗതി ഒരു കുത്തി വരെ എത്ര തന്നെ ഉള്ളൂ, പേജിൽ എത്ര തന്നെ വേണ്ടു. പക്ഷെ അതിൻ്റെ മൂല്യം രണ്ടാണ്. ഭൗതികമായിട്ട് ഒരേ രൂപത്തിലാണ് നിൽക്കണത് വെച്ചാലും അതിൻ്റെ മൂല്യം അനുസരിച്ച് ഉച്ച അവചത്വങ്ങൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ ചെറുതും വലുതുമായിട്ട് പല ഭാവത്തിൽ നമ്മൾ ലോകത്ത് നിലനിൽക്കുന്ന അനവധി സാധനങ്ങളുണ്ട്. എന്നാൽ അതിലൊക്കെ പ്രധാനമന്ത്രിയുടെ ഉള്ളിലും പ്രവർത്തിക്കുന്ന ഒരേ കൃഷ്ണൻ തന്നെ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആളും ഒരേ ഭഗവാൻ തന്നെ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പിൻ്റെ ഹൃദയത്തിലും പ്രവർത്തിക്കുന്നത് ഒരേ ആൾ തന്നെ. അതാണ് അതിൻ്റെ മഹത്വം. ഇതിലൊക്കെ ഒരാളുണ്ടാവണം, എന്നാലേ ഇതിനെ ഒരു യൂണിറ്റായിട്ട് നമുക്ക് വട്ടം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അതിനെ ഒരു യൂണിറ്റ് ആവില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താ സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും ഏത് ഭാവത്തിലും നമ്മൾ സ്ഥൂലതയും സൂക്ഷ്മതയും എടുത്തിട്ട് ഒരു യൂണിറ്റായിട്ട് വെച്ചാൽ അതൊരു യൂണിറ്റായിട്ട് നമുക്ക് വികസിപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരാളതിൽ വേണം. ഇതൊന്നും പെടാത്ത വേറൊരാൾ വേണമെന്നാണ്. ഈ ഭൂതേഷു ഉച്ചാവചേഷു അനുപ്രവിഷ്ടാനി, ഈ സാധനങ്ങളിലൊക്കെ ഒരാളുണ്ടെങ്കിൽ അതൊരു യൂണിറ്റായിട്ട് നമ്മൾ കണക്കാക്കിയത്. അപ്പം അതിനെ ശിവം എന്ന് പറയുക, അല്ലെങ്കിൽ ശവം. അധികാരമുള്ളവിടുത്തെ പ്രധാനമന്ത്രി എന്നുള്ളൂ, ആ അധികാരമാണ് അവിടെ. അപ്പോൾ ഇങ്ങനെ പലതുകൊണ്ടും അതങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അധികാരമാകുന്ന സ്വരൂപത്തിലിരിക്കുന്ന ഭഗവാൻ പ്രവേശിക്കും. ഇല്ലെങ്കിൽ ജീവസ്വരൂപത്തിൽ ചൈതന്യ രൂപത്തിലിരിക്കുന്ന ഭഗവാന്റെ വേറൊരു രൂപം അതിൽ പ്രവേശിക്കും. അതാണ് ഈ നിലനിൽപ്പ് എന്ന ഭാഗത്തിൽ പശ്ചാത്തഹയ്യതേതച്ച എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ആ ഭാവത്തിൽ ഭഗവാന് പല പേരുകളിലും പല സ്വഭാവത്തിലുമാണ് കുടികൊള്ളുന്നത്. അധികാരം ഉണ്ടാകുമ്പോഴാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുന്നത്. അധികാരം ഇല്ലെങ്കിൽ നരേന്ദ്രമോദി അത്രയേ ഉള്ളൂ. അപ്പോൾ അധികാരസ്വരൂപേണ ഭഗവാൻ അതിൽ ഇരിക്കണു, ആ ശരീരത്തിൽ ഇരിക്കണോ എന്നുള്ളതുകൊണ്ടാണ്, ആ വ്യക്തിയിൽ ഇരിക്കണോ എന്നുള്ളതുകൊണ്ടാണ് അതിനെ നമുക്ക് വലിയൊരു വട്ടം വരയ്ക്കാൻ പറ്റണം. ഒരു യൂണിറ്റായിട്ട് അവിടുന്ന് വലിയ വട്ടം വരയ്ക്കാൻ പറ്റണം. അപ്പം അങ്ങനെ ഏതൊരു വസ്തുവിനും
ഒരു യൂണിറ്റായിട്ട് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ പ്രവേശിക്കണം. അല്ലെങ്കിൽ അതൊരു ശവം, അത്രയേ ഉള്ളൂ. ഒരു കല്ല് അതവിടെ കിടക്കും. ആ കല്ലും കാലക്രമേണ ഒരു മാറ്റം അതിൽ വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുണ്ട് ഭഗവാൻ, അത് വേറെ കാര്യം. അങ്ങനെ സകലത്തിലും ഒരു യൂണിറ്റായിട്ടുണ്ട്. ഈ ലോകത്തിൽ എല്ലാതും ഒരു യൂണിറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ യൂണിറ്റിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ചിലത് ഒരു പുസ്തകം കൊണ്ട് എഴുതാം, ചിലത് 10 പുസ്തകം കൊണ്ട് 10 വോള്യം വേണ്ടി വരും, ചിലത് 100 വോള്യായാലും തികയില്ല, അത്ര വ്യത്യാസമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഈ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷു അനുപ്രവിഷ്ടാനി, ഇതിലൊക്കെ ഭഗവാൻ പല രൂപത്തിൽ കയറി കൂടിയിട്ടിരിക്കുന്നു. എന്നാൽ ഇതിലൊക്കെ സ്ഥിരമായിട്ടാണോ എപ്പോഴാണ് അത് പോവുക എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും അധികാരം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെ അധികാരം എപ്പോഴാണ് പോവുക ആരും കണ്ടില്ല, പെട്ടെന്ന് പോയി. അത് അവിടെ ഉണ്ടായിരുന്ന അധികാരികളൊക്കെ പോയി, ഇപ്പോൾ വേറെ ചിലരാ. ഇതുപോലെ തന്നെയല്ലേ എത്രയേ ഉള്ളൂ. എന്തിൻ്റെയും അധികാരമാണെങ്കിൽ ആ ഭാവം. അതുപോലെ ഇപ്പം കണ്ടതാണ് അയാൾ മരിച്ചു എന്നോ, എന്തായി പറയണേ? ഞാനിപ്പോൾ വർത്താനം പറഞ്ഞിട്ട് അയാൾ ഇപ്പം ഇങ്ങോട്ട് പോയിട്ടുള്ളൂ. അതെ ശരി, അയാൾ മരിച്ചു, അയാൾ അവിടെ മരിച്ചു കിടക്കുക. എന്താ ദൈവം എന്നോട് പറയും, ദൈവമേ ഈശ്വര എന്നൊക്കെ പറയും. എന്ത് ഈശ്വര, നമ്മളിപ്പോൾ അങ്ങനെ ജീവിക്കേണ്ടത് പറയാം. അടുത്ത നിമിഷം വലിക്കണതിൻ്റെ ഇടയിൽ കുറച്ച് വായൽ തുപ്പലും കൂടി ആ ശ്വാസനാളത്തിലേക്ക് പോയി. എപ്പോൾ കഴിഞ്ഞു, ഇനി അടുത്ത വാചകമൊന്നും പറയണ്ട. ഇപ്പം എത്രയും 3 ശ്ലോകം പറഞ്ഞു കഴിഞ്ഞു. 4ാമത്തെ ശ്ലോകം പറയാൻ ഞാൻ വിചാരിച്ചാലും കഴിഞ്ഞില്ലേ. ചതുശ്ലോകി ഭാഗവതം പറയാന്നാണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി വെച്ചത്. എവിടെ 3ാമത്തെ ശ്ലോകം കഴിഞ്ഞപ്പോഴേക്കും ഇവിടുന്ന് ഒരു തുപ്പലിൻ്റെ ലേശം ഭാഗം ശ്വാസനാളത്ത് പോയി. ഇയാളിപ്പോൾ ഇല്ലാത്ര എന്ന് കഴിഞ്ഞു. 4ാമത്തെ ശ്ലോകം വേറെ ആളാണ് പറയുന്നത്. ഏത് നിമിഷം വേണമെങ്കിൽ ഈ ഓർഡറൊക്കെ തെറ്റാം. എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ ശരീരത്തിൽ നടക്കുന്നത്. ഈ ശരീരത്തിൻ്റെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇത്ര വട്ടത്തിൽ നമ്മൾ 4 ഡോക്ടറെ കാണിക്കും. അത് ENT കണ്ണ് ഡോക്ടർ, അത് സ്പെഷ്യലായിട്ടുള്ളൊരു ഡോക്ടറാണ്. അതിൻ്റെ കുറച്ച് ചോട്ടിൽ മൂക്ക, അത് ENT കാണും. അതിൻ്റെ കുറച്ച് ചോട്ടിലാകുമ്പോൾ എന്തായി പല്ല് നോക്കുമ്പോൾ അത് വേറെ ഡോക്ടറാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഇവിടെ തൊലിപ്പുറത്ത് എന്ന് വന്നു വെച്ചാൽ അവിടെ വേറെ ഡോക്ടർ. അപ്പോൾ നോക്കും, ഇങ്ങനെ ഒരു വട്ടം വരച്ച 4 ഡോക്ടറെ കാണും. നമ്മുടെ ഒരു ഗതികേട് ഗതികേടല്ലാതെ അത് ബ്രഹ്മാവിൻ്റെ വൈഭവം. ആ ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ഭഗവാന്റെ വൈഭവം നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ. അപ്പോൾ ഈ ആലോചനയാണ് നമ്മുടെ അവബോധം വളർത്തുക. ഇങ്ങനെ ആലോചിച്ച് നോക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൊന്ന് ചിന്തിച്ചു നോക്കും. ഓരോ ജീവിതത്തിലും നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തതാണോ സംഭവിച്ചിട്ടുള്ളത്? ഒന്നുമല്ല. പ്ലാൻ ചെയ്യാത്ത എത്ര അത്ഭുതങ്ങൾ നമ്മളെ കൊണ്ടു നടക്കേണ്ട അത്ഭുതങ്ങളിലൂടെ. അപ്പം ഈ മഹാന്തിഭൂതാനി ഭൂതങ്ങൾ അതിനൊക്കെ അതിൻ്റെതായ ശക്തി കൊടുത്തുകൊണ്ട് ഭഗവാൻ ഇതേപോലെ നിൽക്കണമെന്ന് പറയാം. ഇപ്പം അതിൽ പ്രവേശിച്ചെന്ന് നമുക്ക് പറയാം. പക്ഷെ ഏത് സമയത്ത് അത് പോവുക നിശ്ചയില്ല. എന്നാൽ പോയാലും നമ്മുടെ ഈ ശരീരത്തിൽ അയാൾ പോയി ഇനി ഇതിനൊരു മാറ്റവും വരാൻ പാടില്ല എന്ന് പറഞ്ഞാലോ, അപ്പം അയാൾ മുഴുവൻ പോയി എന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കോശങ്ങളെ മുഴുവനെ പിന്നെ അതിലൊരു ചീഞ്ഞളിയുക എന്നുള്ളൊരു പ്രക്രിയ അവിടെ നടക്കുന്നു. ഇതുവരെയും ഇപ്പം എത്ര കൊല്ലമായി, 60 കൊല്ലമായി, 70 കൊല്ലമായി, ഇതുവരെയും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഹോസ്പിറ്റലും പോയിട്ടില്ല, ഡോക്ടറെയും കണ്ടിട്ടില്ല, മരുന്നും കഴിച്ചിട്ടില്ല. അയാളുടെ ശരീരത്തിന് എന്തോ അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്, ഒന്നും കുഴപ്പം വരാണ്ട്. അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിലൊക്കെ കുഴപ്പമാകും, ഒക്കെ ചീഞ്ഞളിയാൻ തുടങ്ങും. കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന ആൾക്കാരടക്കം പിന്നെ അടുത്തേക്ക് പോവില്ല. 2 ദിവസം കഴിഞ്ഞാൽ നാറിയിട്ട് വയ്യ, അതൊന്നും കത്തിക്കല്ലേ പൂച്ചൽ. എന്താ ഇങ്ങനെ സ്വന്തം ഹൃദയം പോലെ ഒപ്പം കൊണ്ടു നടന്നിരുന്ന ആളെയാണ് പറയണത് കോട്ടെ കത്തിക്കുക പറഞ്ഞോളും. അതെന്തുകൊണ്ടാണ്? ഒരു സാധനം പോയി, പക്ഷെ പിന്നെ അവിടെ എന്തൊക്കെ നടക്കണം. എന്തെങ്കിലും ഒന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഈ നമ്മുടെ പറഞ്ഞ ആളുടെ ഒന്നായിട്ടുള്ള ആളുടെ സാന്നിധ്യം ഉണ്ടാവണം. ആ കോശത്തിലൊക്കെ അയാൾ ഒന്നായിട്ട് ഒരു ചെറിയ കഷണമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഓരോ കോശത്തിലും ഇരിക്കുന്നുണ്ട്. അപ്പം അയാൾ അവിടെ ചെറിയൊരു യൂണിറ്റിൽ അയാൾ അവിടെ പ്രവർത്തിക്കണ്ടേ. വലിയൊരു യൂണിറ്റ് അവിടെ അടഞ്ഞേ ഉള്ളൂ. ആ വലിയ യൂണിറ്റിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട്, അതൊക്കെ അവിടെ വേണ്ട രീതിയിൽ നടത്തും. അപ്പം അതിന് വേണ്ടിയിട്ട് അയാൾ അതിലുണ്ടായി. അപ്പോൾ ചില കൺസെപ്റ്റിൽ അതിന് പോന്നു എന്ന് പറയും. അപ്പം എന്നാലും അതിലുണ്ടേനി. അപ്പോൾ ഈ പ്രവേശിച്ചവനാണെന്ന് പറയണമെങ്കിൽ ഇപ്പം ഭഗവാൻ ഇതിൽ പ്രവേശിച്ചവനാണ്. നമ്മൾ ജീവൻ പോയി ആൾ, അപ്പം അയാൾ ജീവൻ പോയി എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ജീവൻ്റെ പല തുടിപ്പുകളുമുണ്ട്, ജീവൻ്റെ അംശങ്ങളുണ്ട്. ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മുഴുവൻ പോയി എന്ന് അർത്ഥമില്ല. ഒരു ഡോർ അടഞ്ഞു എന്നേ ഉള്ളൂ. ഈ ബാങ്കിലൊക്കെ ലോക്കർ ആണെങ്കിൽ ആദ്യം ബാങ്കിലത്തെ ആദ്യത്തെ പൂട്ട് തുറക്കണം, പിന്നെ അപ്പുറത്ത് വേറൊരു പൂട്ട് തുറന്ന് കയറ്റി തുറക്കണം, പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒന്നും കൂടി തുറക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പോയി ആ ലോക്കർ അവസാനത്തെ നമ്മൾക്ക് തരുള്ളൂ, നമ്മുടെ കീ ആദ്യമേ തുറക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉള്ളിൽ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒരു യൂണിറ്റ്, അതിൻ്റെ ഉള്ളിൽ വേറൊരു യൂണിറ്റ്, അതിൻ്റെ ഉള്ളിൽ വേറെ, അങ്ങനെ അനവധി കോടാനുകോടി യൂണിറ്റുകളാണ്. ചില യൂണിറ്റുകൾ അടയും, ചില യൂണിറ്റുകൾ പുതിയതായിട്ടുണ്ടാവും. ഇത് നോക്കൂ, ഇങ്ങനെ എത്ര യൂണിറ്റുകളിലാണ് ഭഗവാൻ പ്രവേശിച്ചിട്ടും പ്രവേശിക്കാതെ. ഇനിയിപ്പോൾ ചില യൂണിറ്റുകൾ നോക്കൂ. ഇപ്പം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്, അദ്ദേഹം 9 മണിക്ക് ഓഫീസിലെത്തും, അതാണ് അദ്ദേഹത്തിൻ്റെ ചിട്ട.
അപ്പോൾ ഈ 9 മണിയാകുമ്പോഴേക്ക് എന്തൊക്കെ ശരിയാക്കണം പരിഭ്രമിച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാരൊക്കെ ഓരോന്ന് ചെയ്യുക. ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ 8:30 ഇങ്ങനെ വിയർത്തിട്ടാണ് ഓരോന്ന് പണിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നോക്കുമ്പോൾ 9:00 9:05 അദ്ദേഹം വരുന്ന കാണാനില്ല. എന്താ അത് അന്വേഷിച്ചു തുടങ്ങി. അദ്ദേഹം വരികയാണെങ്കിൽ കൃത്യം 9 മണിക്ക് ഓഫീസിലെത്തും. വരുന്നില്ല. 1 മിനിറ്റ് അങ്ങോട്ട് വൈകിയപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് ഇന്ന് ലീവാന്ന്. അപ്പോൾ അദൃശ്യമായ ഒരു സാന്നിധ്യം, അപ്രവിഷ്ടാനി എന്നാണ്. അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരിക്കണില്ലെങ്കിലും ആ സിംഹാസനത്തിൽ ഇരിക്കണ ആളാണ്, ഇപ്പോൾ വരും എന്നുള്ളതുകൊണ്ട് ഇവിടെ വലിയ പരാക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ പ്രവേശിക്കാത്ത പോലെ ചില പ്രവൃത്തികളും ചെയ്യുന്നത്. ഭഗവാന്റെ വൈഭവം അതാ. ഉണ്ടെന്ന് ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ട് ചില പ്രവൃത്തി ചെയ്യും, ചിലത് നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് ചെയ്യും, ചിലത് രൂപങ്ങൾ മാറിയിട്ട് ചെറുതാക്കിയിട്ട് വലുതാക്കിയിട്ട് ചെയ്യും. അപ്പം ഈ മഹാന്തി ഭൂതാനി, ഈ മഹാഭൂതങ്ങൾ, ഈ പഞ്ചഭൂതാത്മകമായ ഈ സാധനങ്ങളൊക്കെ, ആ സാധനങ്ങളിലൊക്കെ സൂക്ഷ്മത്വേനയും സ്ഥൂലത്വേനയും എങ്ങനെയൊക്കെ ഈ ഭഗവാൻ പ്രവേശിക്കുമ്പോഴും അയാൾ പ്രവേശിച്ചു എന്നോ പ്രവേശിച്ചില്ല എന്നോ ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇനി ആൾ കയറി ഇറങ്ങിക്കൊണ്ടും പോയിക്കൊണ്ടും നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവാന്റെ കാര്യം പറയുമ്പോൾ ഭഗവാൻ വന്നുട്ടോ പോയിട്ടോ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ്. പിന്നെ തഥാ തേഷു ന തേഷു അഹമാണ്. അവകളൊക്കെ എന്നിലാണ് ഇരിക്കണം, ഞാൻ അവകളിലേക്ക് പോവാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത്. അവകളൊക്കെ എന്നിലാണ് ഇരിക്കണത്, ഞാൻ അതിലേക്ക് പോകണതൊന്ന് നിൽക്കണമൊക്കെ പറയുന്നു, അത്രയേ തോന്നാണ്. അപ്പം ചതുശ്ലോകി ഭാഗവതത്തിലെ 3ാമത്തെ ശ്ലോകവും ഏതാണ്ടൊക്കെ ഒരു തരം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ഗുരുകൃപാ പ്രസൻറ്റേഷൻ ആരംഭിച്ചിരിക്കുന്ന ഭാഗവത ഗംഗ നിങ്ങളെല്ലാവരും ആസ്വദിക്കുന്നുണ്ടല്ലോ. വലിയ ഒരു സങ്കല്പത്തോടു കൂടിയിട്ടാണ് അവരിത് ആരംഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇത് കാണുന്ന എല്ലാവർക്കും ഭഗവാനിൽ ഒരു ആരപ്പനിൽ ഭക്തി ഉണ്ടാവണം, അവർക്കൊക്കെ മനസ്സിന് സമാധാനവും ശാന്തിയും ഉണ്ടാവണം, അവർക്ക് സകല ശ്രേയസ്സും ഉണ്ടാവണം എന്ന സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഗുരുകൃപ ഇത് ആരംഭിച്ചിട്ടുള്ളത്. പക്ഷേ ധാരാളം ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഇതെങ്ങനെ നടന്നു പോകണു എന്നുള്ളത് ആലോചിക്കണം എല്ലാവരും. നല്ല ഒരു സാമ്പത്തികമായ ചെലവ് വ്യത്യസ്ത ആചാര്യന്മാരെ കൊണ്ട് ഓരോരോ സ്കന്ധങ്ങൾ പറയിപ്പിച്ചിട്ട് ഭക്തജനങ്ങളിൽ എത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരും ഇത് നന്നായി നടക്കാൻ വേണ്ടി, ഇത് മുടങ്ങാതെ നടന്നു പോകാൻ വേണ്ടി നിങ്ങളുടെ യഥാശക്തി യഥാഭക്തി സംഭാവനകൾ ഈ ഗുരുകൃപയ്ക്ക് ഇതിൻ്റെ അവസാനത്തിൽ കൊടുത്തിട്ടുള്ള ആ അക്കൗണ്ട് ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഉണ്ട്, അതിൽ അയച്ചു കൊടുത്ത് ഇവരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ, ഇവരെ സഹായിച്ചാൽ മാത്രമേ ഇത് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. നമ്മുടേതായ ഹിന്ദുക്കളുടെ എല്ലാ സംരംഭങ്ങളും നമ്മളെല്ലാം തന്നെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും എളിയ അഭ്യർത്ഥനയാണ്, ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വളരെ കുറച്ചാണ് നമ്മുടെ ഇടയിലുള്ളൂ. ഇങ്ങനെ ഒരു പുതിയ സംരംഭം ഒരാൾ ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളായ ആൾക്കാർ അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങൾ ചെയ്യണം. ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഇതിന് വേണ്ട സാമ്പത്തിക സഹായം നിങ്ങളുടെ കഴിവിനനുസരിച്ചും നിങ്ങളുടെ ബന്ധുമിത്രാദികളെ കൊണ്ടും ഇതൊക്കെ കാണിച്ച് ഇതിന് ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഇത് കണ്ടിട്ട് കൂടുതൽ ഈശ്വരഭക്തിയും മനസമാധാനവും സന്തോഷവും ശാന്തിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരി ഓം.